ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് കല്യാണ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓരോ തിരക്ക് കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് നേരം വൈകി. അതാണ് കേട്ടോ ഇത്രയും ദിവസമായിട്ടും വീഡിയോ ഇടാഞ്ഞത്. ഇവിടുത്തെ ഉപ്പാൻ്റെ അനിയൻ്റെ 2 മക്കളെയും കല്യാണം എന്നാണ്. വലിയ മകൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോണത്. വീട്ടിലല്ല, ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. പകുതി വഴി എത്തിയപ്പോൾ ഭയങ്കര മഴ, കണ്ണ് കാണാത്ത മഴ അറിയില്ല, അങ്ങനത്തെ മഴയായിരുന്നു. അനിയൻ്റെ പെണ്ണിൻ്റെ വീട് പോത്തുകല്ലാണ്. കുറച്ച് ആളുകൾ അങ്ങോട്ടും പോയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ആളുകൾ ഇങ്ങോട്ടുമാണ് പോകുന്നത്. ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടാണ് ഇവിടെ എത്തിയത്. ചെക്കന് വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ എത്തിയത്. ഈ ഓഡിറ്റോറിയം വരുന്നത് വണ്ടൂർ റോഡുമ്മേ അത്താണിക്കൽ പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ ആ ചെക്കന് പെണ്ണിനെ കൈ പിടിച്ച് കൊടുക്കുകയാണ്. ഇതാണ് കേട്ടോ ഓളെ ഫാമിലി. ഉപ്പിയും ഉമ്മയും അനിയത്തിയും. ഇവരെ നിക്കാഹിൻ്റെ അന്ന് ഉപ്പ അവിടെ ഉണ്ടായിരുന്നില്ല, കല്യാണത്തിന് ഉപ്പ വന്നതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയിരുന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ബീഫ് ബിരിയാണി, ചിക്കൻ മന്തി, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ എവിടെ ചെന്നാലും ഐശുട്ടിക്ക് കുറച്ച് നേരം ഇരിക്കണം വാരി കൊടുത്ത്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ലൈവായിട്ടുള്ള ജിലേബി, മിഠായി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കുറച്ച് നേരം കഴിച്ച് കഴിഞ്ഞിട്ട് ഐശുട്ടീൻ്റെ ഈ ഡ്രസ്സ് ഉമ്മ അടിച്ചതാണ്. വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടുത്തെ ഓഡിറ്റോറിയത്തിലത്തെ കല്യാണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഉടുപ്പ് ഓൾക്കെടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ഭീമ അറിയണ യൂട്യൂബ് ചാനലില്ലേ, ഓളെ നാത്തൂനെ കണ്ടിരുന്നു. ഓളെ ഹസ്ബൻഡിൻ്റെ ഏട്ടനാണ് ഇവളെ ഉപ്പ. അങ്ങനെ നല്ല ബന്ധമുണ്ട് ഓല്. ഭീമൻ്റെ ചാനലിൽ അസുവാനൊക്കെ എപ്പോഴും കണ്ട് നല്ല പരിചയമായിട്ടുണ്ട്. അങ്ങനെ ചെക്കനും പെണ്ണൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഞങ്ങളും പിന്നെ ഇറങ്ങി. ഇവിടുന്ന് പിന്നെ ഓല് കുറേ ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നിന്നു. ഇതിൻ്റെ ഇടയിൽ ഐശുട്ടിക്ക് ഒരു റോസാപ്പൂ കിട്ടിയിരുന്നു. അത് ഐശുട്ടിനെ കളഞ്ഞ് ആകെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ ആ പെണ്ണിനെയും ചെക്കനൊക്കെ പിമ്മിയൊക്കെ വന്ന് യാത്ര അയക്കുകയാണ്. പിന്നെ ഞങ്ങളും അവിടുന്ന് പോന്നു. ഞങ്ങളെത്തി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഓലെത്തിയത്. ഓല് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വഴിയെ നിർത്തിയിരുന്നു. പിന്നെ പെണ്ണിനതാ വീട്ടിലേക്കൊക്കെ കയറ്റി. ഇവരെ ഉമ്മയാണ് കേട്ടോ അത്. അവർ വീട്ടിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മറ്റോലും വന്നിരുന്നു. ഓലി തന്നെ കുഞ്ഞാമ്മ വീട്ടിലേക്കൊക്കെ കൈപ്പിടിച്ചൊക്കെ കയറ്റി. 4 മണി കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ഓഡിറ്റോറിയത്തിലത്തെ കല്യാണം. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഈ ഓഡിറ്റോറിയം വരുന്നത് പൂക്കോട്ടുംപാടം തന്നെയാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഞങ്ങൾ 4 മണി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. മറ്റോരൊന്നും എത്തിയിട്ടില്ല. ഒരു ഒരുങ്ങാൻ പോയതാണ്. ഒരാൾ വണ്ടൂർക്കാണ് ഒരുങ്ങാൻ പോയിട്ടുള്ളത്. ഒരാളെ പിന്നെ വീട്ടിലേക്ക് ബ്യൂട്ടീഷ്യൻ വന്ന് അവിടെ നിന്നാണ് ഒരുക്കണത്. കുറച്ച് നേരം നിന്നപ്പോഴേക്ക് പിന്നെ ഓല് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സ്റ്റേജ് മുഖമൊക്കെ കയറ്റിയാണ്. ഇവിടുത്തെ വീഡിയോ ഞാൻ ആകെ കുറച്ചെടുത്തിട്ടുള്ളൂ. ഫോൺ അപ്പോഴേക്ക് ചാർജൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റണുണ്ടായിരുന്നില്ല. ഐശുട്ടി ഭയങ്കര ഓട്ടമായിരുന്നു. ഇത് വലിയൊരു ഓഡിറ്റോറിയമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരുത്തർ കൂടെ പോയ ഓരോരുത്തർ കൂടെ ഓളെ കാണുന്നില്ല. അങ്ങനെ ഓളെ പിന്നാലെയായിരുന്നു പിന്നെ ഞാൻ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.